ഫിസിക്സ് രണ്ടാമത്തെ യൂണിറ്റിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഒന്നാമത്തെ യൂണിറ്റ് നിങ്ങളെല്ലാവരും പഠിച്ചു കാണും എന്ന് കരുതുന്നു. നൽകിയിരുന്ന അസൈൻമെൻറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞല്ലോ. അതുപോലെ തന്നെ യൂണിറ്റിൻ്റെ അവസാനം കൊടുത്തിട്ടുള്ള തുടർ പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ അധ്യാപകരുമായി ആ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച സംശയം എല്ലാ പേരും ചോദിച്ച് ആ യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ആശയങ്ങളും വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് വൈദ്യുതിയുടെ കാന്തിക പ്രഭാവം, മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന യൂണിറ്റിലെ പഠന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം. നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഉപകരണം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതെന്താണെന്നറിയാമോ? ഇതാ നോക്കൂ, ഇതിൽ കുറേ കമ്പിച്ചുരുളുകൾ കാണുന്നുണ്ടോ? ധാരാളം കമ്പിച്ചുറ്റുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തുമുണ്ട്. ആർക്കെങ്കിലും പറയാമോ ഇതെന്താണെന്ന്? ശരിയാണ്, ഇതൊരു മോട്ടോറിൻ്റെ ഭാഗമാണ്. ഒരു ടേബിൾ ഫാനിൻ്റെ മോട്ടോറിൻ്റെ ഭാഗമാണ്. എന്തിനാണ് ഇത്രയും കമ്പിച്ചുരുളുകൾ ഇങ്ങനെ ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത്? കൂടാതെ ഈ ഭാഗം കണ്ടോ, ഇതൊരു പച്ചിരുമ്പ് കഷണമാണ്. പ്രത്യേക ആകൃതിയിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു പച്ചിരുമ്പ് കഷണം. അപ്പോൾ ഈ മോട്ടോറിനുള്ളിൽ ഇത്രയും കമ്പിച്ചുറ്റുകളും ഈ പച്ചിരുമ്പ് കഷണവും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്തിനായിരിക്കും ഇങ്ങനെ ഈ ചുരുളുകൾ ഇത്രയധികം ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത്? നമുക്ക് വിശദമായി ഈ യൂണിറ്റിൽ ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, ഇത്രയധികം കമ്പിച്ചുരുളുകൾ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യും. ഇവിടെ നോക്കൂ, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു വസ്തുവുണ്ട്. അറിയാമോ നിങ്ങൾക്കിതെന്താണെന്ന്? ശരിയാണ്, ഇതാണ് ബാർ മാഗ്നറ്റ്. ബാർ മാഗ്നറ്റ്. ഇതിലൊരു വെളുത്ത സ്പോട്ട് കണ്ടോ? എന്തിനാണ് ഈ സ്പോട്ട് ഇട്ടേക്കുന്നത്? ഇത് ഈ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ, ഉത്തര ധ്രുവം എന്ന് നമ്മൾ പറയും, നോർത്ത് പോൾ. അപ്പോൾ ഇത് നോർത്ത് പോളാണെങ്കിൽ ഇത് സൗത്ത് പോളാണ്. നോക്കൂ, ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതെന്താണ്? ഇതാണ് മാഗ്നറ്റിക് കോമ്പസ്. ഈ മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത് എന്താ? ഈ മാഗ്നറ്റിക് കോമ്പസ്, ഇതിനുള്ളിൽ ചലിക്കുന്ന ഒരു നീഡിൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതൊരു മാഗ്നറ്റിക് നീഡിലാണ്. ഈ മാഗ്നറ്റിക് നീഡിലിൻ്റെ ഒരറ്റത്ത് ഒരു റെഡ് മാർക്കിംഗ് കാണുന്നുണ്ടോ? ഈ മാഗ്നറ്റിക് നീഡിലിൻ്റെ പ്രത്യേകത എന്താണ്? മാഗ്നറ്റിക് നീഡിൽ നമ്മൾ സ്വതന്ത്രമായി ഒരു ഭാഗത്ത് അനക്കാതെ വച്ചാൽ അത് എന്തു ചെയ്യും? നോർത്ത് സൗത്ത് പൊസിഷനിൽ റെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ നോർത്ത്, ഈ കാണുന്ന ഈ റെഡാണ് നോർത്ത്, അതിൻ്റെ ഓപ്പോസിറ്റ് സൗത്ത്.
അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ദിശ കണ്ടെത്താൻ സാധിക്കും. ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മാഗ്നറ്റിക് കോമ്പസ്. ഈ മാഗ്നറ്റിക് കോമ്പസിനടുത്ത് ഞാൻ ഈ ബാർ മാഗ്നറ്റ് കൊണ്ടുവരികയാണ്. നോക്കൂ, കാണുന്നുണ്ടോ? എന്താ കാണുന്നേ? നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു അല്ലേ? എന്താ ഇതിന് കാരണം? ഇങ്ങനെ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതിന് കാരണം എന്താ? നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് സാറ് ചോദിക്കും, അപ്പോൾ പറയണം എന്തായിരിക്കും ഇതിന് കാരണമെന്ന്. ഈ ഉപകരണത്തിൽ ഞാൻ ഒരു ബാർ മാഗ്നറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ബാർ മാഗ്നറ്റിന് മുകളിലായി ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വച്ചിട്ട് അതിന്മേൽ ഇരുമ്പ് പൊടി വിതറാൻ പോവുകയാണ്. അയൺ ഫൈലിങ്സ് എന്നാണ് നമ്മൾ പറയുക. ഇരുമ്പ് പൊടി ഇങ്ങനെ വിതറുകയാണ്. കണ്ടോ? അപ്പോൾ ഇരുമ്പ് പൊടി വിതറുമ്പോൾ ആ ഇരുമ്പ് പൊടി എങ്ങനെ വിന്യസിക്കപ്പെടുന്നു, എങ്ങനെയാണ് ഒരു പാറ്റേൺ ഇവിടെ രൂപപ്പെടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഉണ്ടല്ലോ, ഒരു പ്രത്യേക രീതിയിൽ ഇരുമ്പ് പൊടി വിന്യസിക്കപ്പെടുന്നത് കാണുന്നുണ്ടോ? എല്ലാവരും കണ്ടല്ലോ. ചെറുതായിട്ട് നമുക്ക് ഇതിലൊന്നിങ്ങനെ തട്ടിക്കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്യുമ്പോൾ ആ ഇരുമ്പ് പൊടി ഒരു പ്രത്യേക രീതിയിൽ വളരെ ഭംഗിയായി ഇങ്ങനെ വിന്യസിക്കപ്പെടുന്നു. എല്ലാവരും കണ്ടല്ലോ, ഇത് കണ്ടു. ഇനി നമുക്ക് ഇതേ പരീക്ഷണം തന്നെ വേറൊരു സംവിധാനം ഉപയോഗിച്ചും ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, ഇവിടെ എന്താ? ഇരുമ്പ് പൊടി എല്ലാം ഒരു പ്രത്യേക ദിശയിൽ, ഒരു പ്രത്യേക പാറ്റേണിൽ ഇങ്ങനെ രൂപം കൊള്ളുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇവിടെ നോക്കിയേ, കുറേ അയൺ ഫൈലിങ്സ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ അയൺ ഫൈലിങ്സ് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ വന്നത്? നമുക്കിവിടെ വേറൊരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. നോക്കിയേ, ഇതുണ്ടോ? ഞാൻ ഈ മാഗ്നറ്റിനെ ഇങ്ങനെ ഉറപ്പിച്ച് വയ്ക്കുകയാണ്. ഉറപ്പിച്ച് വെച്ചിട്ട് ഈ മാഗ്നറ്റിക് കോമ്പസ് ഇതിന് ചുറ്റും ഞാനിങ്ങനെ കൊണ്ടുപോവാണ്. നിങ്ങൾ നോക്കൂ, ഇതുണ്ടോ? ആ നീഡിലിൻ്റെ ചലനം ഒന്ന് ശ്രദ്ധിക്കുക. നോക്കൂ, ആ നീഡിൽ എങ്ങനെയാണ് ചലിക്കുന്നത് നോക്കൂ. ഇനി മറുവശത്തേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പോഴും നീഡിലിൻ്റെ ചലനം നോക്കൂ. കണ്ടായിരുന്നോ? ഒരിക്കൽ കൂടി ഞാൻ കാണിക്കാം. കണ്ടോ? ഇവിടെ നിന്ന് ഈ നീഡിലിനെ ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്നു. അപ്പോൾ അത് ചലിക്കുന്ന കണ്ടല്ലോ. ഇനി വീണ്ടും ഇവിടെ നിന്ന് തിരിച്ച് കൊണ്ടുവരുന്നു, ചലിക്കുന്ന കണ്ടല്ലോ. ഇനി നോക്കിയേ, ഇതിനെ നമുക്കൊന്ന് വെർട്ടിക്കലായിട്ട് ചലിപ്പിച്ചാലോ? ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഇനി മുകളിലോട്ട് കൊണ്ടുവരാം. നമുക്ക് ഇവിടെ നിന്ന് ഇതിനെ മുകളിലോട്ട് കൊണ്ടുവന്ന് നോക്കാം. ഇങ്ങനെ അപ്പോഴും കാണുന്നില്ലേ? സാർ അതിനെ നേരെ തിരിച്ച് പിടിച്ച് കാണിച്ചു തരാം. കാണാമോ? ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരിക. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. കാണുന്നുണ്ടല്ലോ? താഴെയുള്ള ഭാഗം ഒരിക്കൽ കൂടി ഇങ്ങനെ കാണിച്ചു തരാം. ഇതാണ്ടേ. അപ്പോൾ എന്താ ഇതിന് കാരണം? ഇതൊരു മാഗ്നറ്റാണ്. മാഗ്നറ്റിന് ചുറ്റും എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലം. ആ കാന്തിക മണ്ഡലത്തിൽ മറ്റൊരു മാഗ്നറ്റ്, ഇത് മാഗ്നറ്റിക് നീഡിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് കാന്തിക മണ്ഡലം, ഈ മാഗ്നറ്റിക് നീഡിലിന് ചുറ്റും കാന്തിക മണ്ഡലമുണ്ട്, മാഗ്നറ്റിക് ഫീൽഡുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡും ഈ ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള എന്താണ്? കാന്തിക മണ്ഡലം, മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഒരു പരസ്പര പ്രവർത്തനം, മ്യൂച്വൽ ആക്ഷൻ കൊണ്ടാണ് ഇത് ചലിക്കുന്നത്, ഈ നീഡിൽ ചലിക്കുന്നത്. ഇവിടെ എന്താ നമുക്ക് മനസ്സിലായത്? ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു തലത്തിൽ മാത്രം ഉള്ളതല്ല. പിന്നെ എന്താ? അത് 3 ഡയമെൻഷനലാണ്, ത്രിമാന രീതിയിലുള്ളതാണ്, എല്ലാ ദിശയിലേക്കും. ഇപ്പോൾ നമ്മൾ ഒരല്പം ചരിച്ച് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കണ്ടോ, മാഗ്നറ്റിൽ ചലിക്കുന്നുണ്ടല്ലോ. വെർട്ടിക്കലായിട്ട് കൊണ്ടുവന്നാലും
ഹൊറിസോണ്ടലായിട്ട് കൊണ്ടുവന്നാലും അല്പം ചരിച്ചിങ്ങനെ കൊണ്ടുവന്നാലും അത് ചലിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ പരീക്ഷണത്തിൽ നമുക്കിപ്പോൾ ഒരു തലത്തിൽ മാത്രമാണ് ഇത് കാണാൻ സാധിക്കുന്നത്. ഇത് ഈ പേപ്പറിൽ എന്ന തലത്തിൽ ഇരുമ്പ് പൊടിയുണ്ട്, എന്നാൽ ചില ഇരുമ്പ് പൊടികൾ ഉണ്ടോ, അയൺ ഫൈലിങ്സ് ഇങ്ങനെ മുകളിലോട്ട് ഉയർന്നു നിൽക്കുന്ന കണ്ടില്ലേ? അതായത് ധാരാളം ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് വരുന്നുണ്ട്. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ ആവാത്ത വിധത്തിലുള്ള കാന്തിക ബലരേഖകൾ ഇവിടെ ഈ അയൺ ഫൈലിങ്സ് നിങ്ങൾ കാണുന്നില്ലേ? ഈ അയൺ ഫൈലിങ്സ് ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ? അത് ഈ മാഗ്നറ്റിൻ്റെ ഒരു പോളിൽ നിന്ന് മറ്റേ പോളിലേക്ക്, രണ്ടാമത്തെ പോളിലേക്ക് വരുന്ന കാന്തിക മണ്ഡലരേഖകൾ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉള്ളതുകൊണ്ടാണ് ആ ഫീൽഡ് ലൈൻസിൻ്റെ അതേ രീതിയിൽ ഇവിടെ ഈ അയൺ ഫൈലിങ്സ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ പാറ്റേണിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇത് 3 ഡയമെൻഷനലാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇതേ പരീക്ഷണം തന്നെ നമുക്ക് മറ്റൊരു സംവിധാനത്തിലൂടെ ചെയ്യാൻ നോക്കാം. ഇത് കണ്ടോ, ഇതാ ഈ ഉപകരണം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഈ ഉപകരണം പരിചയപ്പെട്ടതാണ്. എന്താണെന്ന് നിങ്ങൾക്ക് പറയാമോ ആർക്കെങ്കിലും? ശരിയാണ്, ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റാണ്. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റ് ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇത് കറണ്ട് പറയൂ. കറണ്ട് കടത്തിവിടുമ്പോൾ ഇതിന് കാന്തശക്തി ലഭിക്കും. നമുക്കിത് ഉപയോഗിച്ച് ഈ പരീക്ഷണം ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇതിന് മുകളിലായി ഈ ഷീറ്റ് ഇതുപോലെ വയ്ക്കുന്നു. ഇതിലേക്ക് കറണ്ട് കടത്തിവിടാൻ പോവുകയാണ്. കറണ്ട് കടത്തിവിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇരുമ്പ് പൊടി ഇങ്ങനെ വിതറുകയാണ്. നോക്കൂ, കാണുന്നുണ്ടോ? ആ ഇരുമ്പ് പൊടി ഒരു പ്രത്യേക രീതിയിൽ വിന്യസിക്കപ്പെടുന്നത് കാണുന്നുണ്ടോ? നമുക്ക് നല്ല പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ 2 വിരൽ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കാണുന്നുണ്ടല്ലോ? അപ്പോൾ എന്താ നിങ്ങൾ കാണുന്നേ? നമ്മൾ ആദ്യം ഈ മാഗ്നറ്റ് ഉപയോഗിച്ച് പരീക്ഷണം ചെയ്തു, ബാർ മാഗ്നറ്റ് ഉപയോഗിച്ച് പരീക്ഷണം ചെയ്തു. അപ്പോൾ കിട്ടിയ അതേ പാറ്റേൺ തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എല്ലാവരും കണ്ടില്ലേ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇതിൽ? ഇല്ല, ഒരേ പാറ്റേൺ ആണ് കിട്ടുന്നത്. അപ്പോൾ എന്താ നമുക്കിന്ന് മനസ്സിലാവുന്നേ? ഇവിടെ ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റും ഉണ്ടാവുന്ന കാന്തിക മണ്ഡലം ഇവിടെയും ഉണ്ടാവുന്നു. ഇവിടെ ഏതിനു ചുറ്റും ഉണ്ടാവുന്നു? ഒരു വൈദ്യുത കാന്തത്തിന് ചുറ്റും, ഇലക്ട്രോ മാഗ്നറ്റിന് ചുറ്റും. നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഈ പരീക്ഷണം ചെയ്ത് നോക്കിയാലോ. സ്വിച്ച് ഓഫ് ചെയ്തു. ഞാനിനി ഇതേ പരീക്ഷണം ഒന്ന് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒന്ന് നോക്കൂ. ഉണ്ടോ? നമുക്ക് ഇരുമ്പ് പൊടി ഒന്ന് തട്ടി നോക്കാം. നിങ്ങൾ നോക്കൂ, ഇതാ ടാപ്പ് ചെയ്യുന്നു. ആ രീതിയിൽ വിന്യസിക്കപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. എന്താ കാരണം? അതായത് ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റാണ്. ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ പ്രത്യേകത എന്താ? കറണ്ട് കടന്നു പോകുമ്പോൾ മാത്രം ഇത് കാന്തമായിട്ട് മാറും അല്ലേ? അപ്പോൾ ഇവിടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് മാത്രം ഇത് ഒരു കാന്തമായിട്ട് വർത്തിക്കും. അപ്പോൾ വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ ദിസ് കോയിൽ, ദിസ് വയർ, കോപ്പർ കോയിൽ, ഇൻസുലേറ്റഡ് കോപ്പർ കോയിൽ, ഇറ്റ് ആക്ട്സ് ആസ് ഇലക്ട്രോ മാഗ്നറ്റ്. കറണ്ട് ഓഫ് ചെയ്യുമ്പോഴോ അതിൻ്റെ കാന്തശക്തി പൂർണ്ണമായിട്ട് ഇല്ലാതാവും. അപ്പോൾ നമ്മൾ ഇവിടെ ഈ പരീക്ഷണം കണ്ടു. ഈ കമ്പി ചുറ്റിലൂടെ കറണ്ട് കടന്നു പോയപ്പോൾ ഇതിന് കാന്തശക്തി ലഭിച്ചു. എന്നാൽ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോയാൽ അതിന് ചുറ്റും കാന്തശക്തി ഉണ്ടാകുമോ?
ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമോ? നമുക്കൊരു പരീക്ഷണത്തിലൂടെ അതൊന്ന് തെളിയിച്ച് നോക്കാം. നോക്കൂ, എൻ്റെ കയ്യിൽ ഇതുപോലൊരു ഉപകരണമുണ്ട്. അപ്പോൾ ഈ പരീക്ഷണം ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കാണുന്നത് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറാണ്, ഒരു ഋജു ചാലകം, സ്ട്രെയിറ്റ് കണ്ടക്ടർ. അപ്പോൾ ഈ സ്ട്രെയിറ്റ് കണ്ടക്ടറിലൂടെയാണ് കറണ്ട് കടത്തിവിടാൻ പോകുന്നത്. നമ്മളിവിടെ ഒരു മാഗ്നറ്റിക് കോമ്പസ്, ഈ മാഗ്നറ്റിക് കോമ്പസ് ഇതിന് ചുവട്ടിലായിട്ട് ഇങ്ങനെ വെക്കണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ മാഗ്നറ്റിക് നീഡിലും ഈ സ്ട്രെയിറ്റ് കണ്ടക്ടറും, മാഗ്നറ്റിക് നീഡിൽ അതിൻ്റെ നോർത്ത് പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് നോർത്ത് പോൾ. അപ്പോൾ ഇത് റെസ്റ്റിൽ വരുമ്പോൾ, ഈ മാഗ്നറ്റിക് നീഡിൽ മാഗ്നറ്റിക് കോമ്പസ് റെസ്റ്റിൽ വരുമ്പോൾ അത് നോർത്ത് സൗത്ത് പൊസിഷനിൽ നിൽക്കും. നമ്മൾ ഈ സ്ട്രെയിറ്റ് കണ്ടക്ടറിനെയും ഈ നീഡിലിനെയും പാരലൽ ആക്കി വെക്കണം. അതിനുവേണ്ടി നമുക്ക് ഈ ഉപകരണത്തെ ഇങ്ങനെ തിരിക്കേണ്ടതുണ്ട്. നോക്കൂ, ഉപകരണത്തെ ഇങ്ങനെ തിരിച്ച് രണ്ടും പാരലാക്കി വയ്ക്കുക. ഉണ്ടോ? പാരലായിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് കറണ്ട് കടത്തിവിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ ഉപകരണമാണ് ബാറ്ററി എലിമിനേറ്റർ. ഈ ബാറ്ററി എലിമിനേറ്റർ AC-യെ DC ആക്കി ചെറിയ വോൾട്ടതയിൽ നമുക്ക് തരുന്ന ഉപകരണമാണ്. ഇതിൽ രണ്ട് ടെർമിനൽസ് നിങ്ങൾ കണ്ടു, ഒന്ന് റെഡും ഒന്ന് ബ്ലാക്കും. ഈ റെഡ് പോസിറ്റീവ് ടെർമിനൽ, ഇതേതാ? നെഗറ്റീവ് ടെർമിനൽ. അപ്പോൾ പോസിറ്റീവിൽ നിന്ന് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് റിയോസ്റ്റാറ്റിലാണ്. ഒരു സർക്യൂട്ടിലെ കറണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്, ക്രമീകരിക്കുന്നതിന്, കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ റിയോസ്റ്റാറ്റ് ഉപയോഗിക്കുക. ഒരു സർക്യൂട്ടിലെ കറണ്ട് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? റിയോസ്റ്റാറ്റ്. ഇപ്പോൾ റിയോസ്റ്റാറ്റ് ഈസ് യൂസ്ഡ് ടു റെഗുലേറ്റ് കറണ്ട് ഇൻ എ സർക്യൂട്ട്. അപ്പോൾ ഈ പോസിറ്റീവ് എൻഡ് ഞാൻ ഈ ടെർമിനലിൽ കണക്ട് ചെയ്യുകയാണ്. പോസിറ്റീവ്, നെഗറ്റീവ് ഈ ടെർമിനലിൽ കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ് ഇത്? പോസിറ്റീവ് എൻഡ്. അപ്പോൾ ഇവിടെ ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. കറണ്ട് ഈ ഡയറക്ഷനിൽ ഇതിലൂടെ കടന്ന് ഇങ്ങനെ വന്ന് നെഗറ്റീവിലെത്തുകയാണ്. അപ്പോൾ പോസിറ്റീവ്, റെഡ് പോസിറ്റീവ്, ബ്ലാക്ക് നെഗറ്റീവ്. നമുക്ക് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നിങ്ങൾ എന്ത് കാണുന്നു? നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്ന കണ്ടല്ലോ. നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്ത് കണ്ടു. എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഈ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തത്? ഈ നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ്റെ ദിശ ഏതാണ്? ഞാൻ ആ സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ അത് വീണ്ടും തിരികെ നോർത്ത് സൗത്ത് പൊസിഷനിലേക്ക് വന്നു. നമുക്ക് ഈ പരീക്ഷണം ചെയ്യുന്ന സമയത്ത് നമുക്ക് പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 35 ടേബിൾ 21, 22 അത് രണ്ടും ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് പരീക്ഷണം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ നോക്കൂ, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഏതാ? കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. എങ്ങനെയാണ് ഒരു ചാലകത്തിലൂടെ, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഒഴുക്കാണ്? ശരിയാണ്, ഇലക്ട്രോണുകളുടെ ഒഴുക്കാണ്. കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. എന്നാൽ ഇലക്ട്രോണുകളുടെ ഡയറക്ഷനോ? ഇലക്ട്രോണുകൾ ഒഴുകുന്നത് നേരെ തിരിച്ച് എന്ന് പറഞ്ഞാൽ ഏതാ? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. അപ്പോൾ ഇലക്ട്രോണുകൾ, ഇപ്പോൾ കറണ്ടിൻ്റെ ദിശ, ഇതിപ്പോൾ ഞാൻ എൻഡ് എ എന്നും ഇത് എൻഡ് ബി എന്നും എടുക്കുകയാണ്. ഈ കണ്ടക്ടറിൻ്റെ എൻഡ് എ എൻഡ് ബി. അപ്പോൾ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. അപ്പോൾ വിച്ച് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ബി ടു എ. അക്കാര്യം കൂടെ നമ്മൾ ഓർമ്മിക്കണം. Direction of flow of electrons is conventionally direction of current is taken from positive to negative. Direction of flow of electrons is taken from just opposite to direction of current. Appo if direction of current is from A to B, then direction of flow of electrons is from B to A. Clear? അപ്പോൾ നമുക്കറിയാം ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്.
എന്താണ് ഈ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്? പ്രദക്ഷിണ ദിശ, അപ്രദക്ഷിണ ദിശ. നമ്മുടെ വാച്ചിലെ ഉണ്ടോ വാച്ചിലെ നീഡിൽസിൻ്റെ ചലനദിശ, ഇതാണ് ക്ലോക്ക് വൈസ്, പ്രദക്ഷിണ ദിശ എന്ന് പറയും. അതിന് ഓപ്പോസിറ്റായിട്ട് വരുന്നത് വാച്ചിലെ നീഡിലിൻ്റെ ശരിക്കുമുള്ള ഡയറക്ഷൻ ഓഫ് മോഷന് ഓപ്പോസിറ്റ്, അതാണ് അപ്രദക്ഷിണ ദിശ, അല്ലെങ്കിൽ എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ എൻഡ് നമുക്ക് എ എന്നെടുക്കാം, ഈ എൻഡ് ബി എന്ന്. അപ്പോൾ കറണ്ട് പ്രവഹിക്കുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണ്. ഇവിടെ നോക്കൂ, മാഗ്നറ്റിക് കോമ്പസ് ഈ സ്ട്രെയിറ്റ് കണ്ടക്ടറിന് താഴെയാണ് വച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് കോമ്പസ് ഈസ് പ്ലേസ്ഡ് ബിലോ ദിസ് സ്ട്രെയിറ്റ് കണ്ടക്ടർ. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് കറണ്ട് എയിൽ നിന്ന് ബിയിലേക്കാണ് പ്രവഹിക്കുക. നിങ്ങൾ ഈ കോമ്പസിലെ നോർത്ത് പോൾ, നീഡിലിൻ്റെ നോർത്ത് പോളിൻ്റെ ചലനം ഒന്ന് ശ്രദ്ധിക്കുക. നോക്കൂ, ഉണ്ടോ? എങ്ങോട്ടാണ് ഈ കോമ്പസിൻ്റെ നോർത്ത് പോൾ ചലിച്ചിരിക്കുന്നത്? കറക്റ്റ്. അത് എങ്ങോട്ടാണ്? അപ്രദക്ഷിണ ദിശയിൽ, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. വാച്ചിലെ സൂചികളുടെ ചലനത്തിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഇനി നമുക്ക് കറണ്ട് ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കറണ്ട് റിവേഴ്സ് ചെയ്യുന്നതിനായിട്ട് പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും പരസ്പരം മാറ്റി കണക്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഇത് പോസിറ്റീവാണ്. അപ്പോൾ ഇങ്ങനെ, അതായത് ഫ്രം ബി ടു എ. സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുന്നു, ഉണ്ടോ? എങ്ങോട്ടാണ് മാഗ്നറ്റ് നീഡിലിൻ്റെ നോർത്ത് പോൾ ഡിഫ്ലക്റ്റ് ചെയ്തത്? അത് ശരി തന്നെയാണ്. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, പ്രദക്ഷിണ ദിശയിലാണ് ഇവിടെ ഇപ്പോൾ ഈ മാഗ്നറ്റ് നീഡിലിൻ്റെ നോർത്ത് പോൾ ചലിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതേ പരീക്ഷണം തന്നെ ഈ മാഗ്നറ്റിക് കോമ്പസിനെ ഈ കണ്ടക്ടറിന് മുകളിലായി സ്ഥാപിച്ച് നോക്കിയാലോ? നോക്കൂ, അതിനായിട്ട് നമുക്ക് ഈ സംവിധാനം ഉപയോഗിച്ച് ഈ മാഗ്നറ്റിക് കോമ്പസിനെ ഈ സ്ട്രെയിറ്റ് കണ്ടക്ടറിന് മുകളിൽ ഇതുപോലെ പ്ലേസ് ചെയ്യാം. ഉണ്ടോ? ഇതുപോലെ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം കറണ്ട് എയിൽ നിന്ന് ബിയിലേക്ക് കടത്തിവിടുകയാണ്. ഇവിടെ ഇപ്പോൾ ഇത് പോസിറ്റീവ് ടെർമിനലായി, ഇത് നെഗറ്റീവ് ടെർമിനലായി. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇതാണ്, ഫ്രം എ ടു ബി. അത് നോക്കൂ, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ, നീഡിലിൻ്റെ നോർത്ത് പോളിൻ്റെ ഡിഫ്ലക്ഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഉണ്ടോ? എങ്ങോട്ടാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അതായത് പ്രദക്ഷിണ ദിശയിൽ. ഇനി നമുക്ക് കറണ്ട് ഒന്ന് റിവേഴ്സ് ചെയ്ത് പരീക്ഷണം ആവർത്തിച്ചാലോ? ഞാൻ ഈ പോസിറ്റീവ് ടെർമിനൽ ഇവിടെ കണക്ട് ചെയ്യുന്നു, നെഗറ്റീവ് ടെർമിനൽ ഇവിടെയും കണക്ട് ചെയ്യുന്നു. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഈ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ഈ ഡയറക്ഷൻ അല്ലേ? അതായത് ടെർമിനൽ ഈ എൻഡ് നമ്മൾ നേരത്തെ എങ്ങനെയാണ് പറഞ്ഞത്? ബി. ഇപ്പോൾ കറണ്ട് ഇപ്പോൾ പ്രവഹിക്കുന്നത് ബിയിൽ നിന്ന് എയിലേക്കാണ്. അപ്പോൾ ഇവിടെ ഈ നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ ഒന്ന് ശ്രദ്ധിക്കൂ. ഉണ്ടോ? അപ്പോൾ വെൻ കറണ്ട് ഈസ് പാസ്ഡ് ഫ്രം ബി ടു എ, the north pole of the magnetic needle is deflected in anti-clockwise direction. What might be the reason for the deflection of this magnetic needle? ആർക്ക് പറയാം? ശരി, കറക്റ്റ്. വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ ദിസ് സ്ട്രെയിറ്റ് കണ്ടക്ടർ, മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡെവലപ്ഡ് അറൗണ്ട് ഇറ്റ്. അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും. ഇതെന്താ? ഇറ്റ് ഈസ് എ പെർമനൻറ്റ് മാഗ്നറ്റ്. മാഗ്നറ്റിക് നീഡിൽ ഈസ് എ പെർമനൻറ്റ് മാഗ്നറ്റ്, സ്ഥിരകാന്തം. അതിനു ചുറ്റും എന്തുണ്ട്?
സ്ഥിരമായി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഡ്യൂ ടു ദ മ്യൂച്വൽ ആക്ഷൻ ബിറ്റ്വീൻ ദീസ് ടു മാഗ്നറ്റിക് ഫീൽഡ്സ് ദ നീഡിൽ ഡിഫ്ലക്ട്സ്. അപ്പോൾ രണ്ട് കറണ്ട് കടന്നു പോകുന്ന ചാലകത്തിന് ചുറ്റും ഉണ്ടാകുന്ന എന്താ കാന്തിക മണ്ഡലവും ഈ നീഡിലിന് ചുറ്റും ഉണ്ടാകുന്ന കാന്തിക മണ്ഡലവും തമ്മിലുള്ള പരസ്പര പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നീഡിൽ എന്ത് ചെയ്യുന്നത്, ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചേ? എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ പരീക്ഷണം ആദ്യമായിട്ട് ചെയ്തത് ആരെന്നറിയാമോ? ഹാൻ ക്രിസ്ത്യൻ ഈസ്റ്റഡ് 1820 യാദൃച്ഛികമായി അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യമാണിത്. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? ഏതാണ്ട് 200 വർഷങ്ങൾ. ഇപ്പോൾ 2020 ആയില്ലേ, ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചെയ്ത പരീക്ഷണങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളാണ് നമ്മുടെ റേഡിയോ ട്രാൻസ്മിഷൻ, TV ട്രാൻസ്മിഷൻ, ഫൈബർ ഓപ്റ്റിക്സ് തുടങ്ങിയ ശാഖകൾക്കൊക്കെ, ശാസ്ത്രശാഖകൾക്കൊക്കെ തുടക്കം കുറിച്ചത് അദ്ദേഹത്തിൻ്റെ ചില കണ്ടെത്തലുകളാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിന് ചുറ്റും എന്തുണ്ടാവും? കാന്തിക മണ്ഡലം ഉണ്ടാവും. ഇഫ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് റിവേഴ്സ്ഡ്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആൾസോ റിവേഴ്സ്ഡ്. നമ്മൾ ഏതാ വൈദ്യുതിയുടെ കറണ്ടിൻ്റെ ദിശ ചേഞ്ച് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശയ്ക്കും ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആദ്യം സാർ കാണിച്ചു തന്നല്ലോ ഇത്. ഇവിടെ ഈ കോയിലിലൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റായിട്ട് മാറുകയാണ് ചെയ്യുക. ക്ലിയറായോ എല്ലാവർക്കും? ഓക്കെ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എല്ലാം തന്നെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തണം. പിന്നെ ഈസ്റ്റഡ് എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, അത് കുറിച്ച് വയ്ക്കുക, പരീക്ഷണം കുറിച്ച് വയ്ക്കുക. ഒരു കാര്യം ആദ്യമേ പറയട്ടെ, ഈ പരീക്ഷണങ്ങളൊന്നും നിങ്ങൾ സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ പാടില്ല. ഈ പരീക്ഷണങ്ങൾ നിങ്ങൾ അധ്യാപകരുടെയോ രക്ഷകർത്താക്കളുടെയോ സാന്നിധ്യത്തിൽ മാത്രമേ ചെയ്യാവൂ. ഇനി അഥവാ നിങ്ങൾ ചെയ്തു നോക്കുന്നുവെങ്കിൽ സെൽ അല്ലെങ്കിൽ ബാറ്ററി ഉപയോഗിച്ച് മാത്രമേ ഈ പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാവൂ. നിങ്ങൾക്ക് ഈ പരീക്ഷണം ചെയ്യാൻ വേണ്ടിയിട്ട് 9 വോൾട്ടിൻ്റെ ബോക്സ് ടൈപ്പ് ബാറ്ററി കിട്ടും. അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും മാറ്റി മാറ്റി നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് ഈ പരീക്ഷണം നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.